പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും സുവർണ്ണ നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ. വെഡിംഗ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്. പെരിന്തൽമണ്ണ, പട്ടാമ്പി, വളാഞ്ചേരി, രാമനാട്ടുകര. വിളയൂർ പഞ്ചായത്തിലെ കുടിവെള്ള വിതരണം നിലച്ചത് അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം സംഘടിപ്പിച്ചു. കൊപ്പം വിളയൂർ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ വിളയൂർ പുഴ റോഡിലുള്ള പ്രധാന പൈപ്പ് ലൈനിന്റെ തകർച്ച പരിഹരിക്കാനായാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഇരു പഞ്ചായത്തുകളിലേക്കുമുള്ള കുടിവെള്ള വിതരണം നിർത്തിവെച്ചിട്ട് ഒരാഴ്ചയോളം കുടിവെള്ള വിതരണം നിർത്തിവെക്കുമെന്ന് വാട്ടർ അതോറിറ്റി നേരത്തെ തന്നെ അറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണെന്നും ഇതിന് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. അറ്റകുറ്റപ്പണികൾക്കായി പമ്പിംഗ് ഇല്ലാതാവുമ്പോൾ പകരം വെള്ളം നൽകാനായി അടിയന്തരമായി ചെയ്തു തീർക്കേണ്ട പ്രവർത്തനങ്ങൾ താമസിപ്പിക്കുന്ന പ്രവർത്തികൾ അംഗീകരിക്കാനാവില്ലെന്ന് യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു. ഈ കഴിഞ്ഞ ഒരാഴ്ച പഞ്ചായത്തിൽ ജലജീവൻ മിഷൻ പദ്ധതിയെ മാത്രം ആശ്രയിക്കുന്ന കുടുംബങ്ങൾ പ്രയാസപ്പെടുകയാണ്. ഒരു 14 ദിവസത്തേക്കുള്ള വെള്ളമൊക്കെ അവർ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ ആളുകൾ പ്രയാസം അനുഭവപ്പെടുകയാണ്. ഈ ബദൽ സംവിധാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടി അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഇല്ലാത്ത സാഹചര്യമാണ്. ഇപ്പോൾ സ്വന്തമായി വെള്ളം കണ്ടെത്താനും അതല്ലെങ്കിൽ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടുകളിൽ നിന്ന് മറ്റെങ്ങോട്ടെങ്കിലും മാറി താമസിക്കാനും ഒക്കെ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം. പൈപ്പ് ലൈനിൻ്റെ അറ്റകുറ്റപ്പണികൾ എന്നാണോ തീരുന്നത് അതിൻ്റെ തീരുന്ന മുറക്ക് വെള്ളം വിതരണം ചെയ്യട്ടെ. പക്ഷേ ബദൽ സംവിധാനം കുടിവെള്ളം എന്ന് പറയുന്നത് എന്നെങ്കിലും എപ്പോഴെങ്കിലും ഉണ്ടാവേണ്ട ഒരു കാര്യമല്ല. അത് അടിയന്തരമായി ജനങ്ങളെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ട് അത് വേഗത്തിൽ ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള സംവിധാനം പഞ്ചായത്ത് അധികൃതർ ഇടപെട്ടുകൊണ്ട് നടത്തണം എന്ന് പറയാനാണ് മുസ്ലിം യൂത്ത് ലീഗ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ ജലജീവൻ മിഷൻ പദ്ധതി നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന സമയത്ത് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ നാട്ടിലെ ഉൾഗ്രാമങ്ങളിലൊക്കെ ചെറിയ ഓരോ പ്രദേശങ്ങൾക്കനുസൃതമായ ചെറുകിട കുടിവെള്ള പദ്ധതികൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഈ ജലജീവൻ മിഷൻ പദ്ധതിയുടെ പേര് പറഞ്ഞുകൊണ്ട് അത്തരം എല്ലാ ചെറുകിട കുടിവെള്ള പദ്ധതികളെയും നിർത്തുകയും അതൊക്കെ പ്രവർത്തനരഹിതമാക്കുകയും ചെയ്തതിന് ശേഷമാണ് ഇത് പ്രവർത്തിച്ചത്. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുമായി ചർച്ച നടത്തുകയും ചെയ്തു. സമരത്തിന് പട്ടാമ്പി മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് ഇസ്മയിൽ വെളിയൂർ, യൂത്ത് ലീഗ് പ്രസിഡന്റ് ഷാഫി മരമംഗലം, ഷെഫീഖ് കൊളക്കാട്ടിൽ, SP റിയാസ്, TP ഷാഫി, സിദ്ദീഖ്, ഇർഫാൻ, ഷർഫുദ്ദീൻ, നാഫിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി.